പ്രോഗ്രാമിൽ പാസ്റ്റർ ഭക്തവത്സലൻ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീന ഭക്തൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗായികയാണ്. അവരൊരു ഗാനം നമുക്ക് വേണ്ടി പാടും. ഞാനിത് അഡ്വാൻസായിട്ട് പറയുന്നത് പലരും അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ 21 പാട്ടുകൾ ലിസ്റ്റ് ചെയ്തതിൽ 13 കഴിഞ്ഞു. 14ാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സമയത്തിനുള്ളിൽ തന്നെ ഈ പാട്ടുകളെല്ലാം പാടി തീർക്കണം എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അടുത്ത ഗാനത്തിന് മുൻപായിട്ട് പാസ്റ്റർ ഭക്തവത്സലൻ തൻ്റെ ജീവിതാനുഭവം ചുരുങ്ങിയ വാക്കുകളിൽ നമ്മോട് പങ്കെടുക്കുന്നതിന് ശേഷം അദ്ദേഹത്തെ തൃശ്ശൂരിലെ ക്രൈസ്തവ ജനത ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഈ പ്രോഗ്രാമിലുണ്ട്. കഴിഞ്ഞതിന് ശേഷം യഹോവ നീ എന്നെ ശോധന ചെയ്തെന്ന ഗാനം പാസ്റ്റർ ഭക്തവത്സലൻ നമുക്ക് വേണ്ടി ആലപിക്കും. 200ഓളം ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് വേണ്ടി രചിക്കുകയും 300ലധികം ഗാനങ്ങൾക്ക് സംഗീതം പകരുകയും ലോകമെമ്പാടുമുള്ള വേദികളിൽ ക്രിസ്തുവിന് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത അനുഗ്രഹിക്കുന്ന ഗായകൻ പാസ്റ്റർ ഭക്തവത്സലനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്രദമായ ഈ സദസ്സിൽ ഇപ്രകാരം നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ തക്കോണം ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പൂർണ്ണമായി സമർപ്പണത്തോടെ അവൻ നന്ദി പറയുകയും ചെയ്യുന്നു. ചില വാക്കുകൾ എനിക്ക് പറയാൻ തക്കണ ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയില്ല. ആദ്യമായി എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആരും സഹായമില്ലാതെ തകർന്ന് ധരിപ്പണമായിരുന്ന മലിമസമായ പാപത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് തന്നെ വലിച്ചുയർത്തി ഉന്നതമായ അനുഭവത്തിൽ തന്റെ മാർവോട് ചേർത്ത് പുത്രത്തിന്റെ അവകാശം നൽകി എന്നെ പൈതലാക്കി എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നതാ എന്റെ കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ.
ജീവിതാനുഭവമാണ്, ജീവിതത്തിന്റെ പ്രത്യാശയാണ്, ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഈ ഗാനം, ഈ ഭാഗം. എന്റെ സാക്ഷ്യം, എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ എന്റെ കർത്താവിന് വേണ്ടി പാടുക, അത് മാത്രമാണ്. ചില കാര്യങ്ങൾ ഞാൻ പറയാണ്ട് ആഗ്രഹമുണ്ട്, പക്ഷേ അത് എങ്ങനെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, ഏത് വഴിക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല. സാക്ഷ്യഭാഗങ്ങളായിട്ട് ഒരുപക്ഷെ ചില പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇപ്രകാരം ഒരു വേദിയിൽ നിൽപ്പാൻ എനിക്ക് കൃപ തന്ന എൻ്റെ ദൈവത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും അതിനുവേണ്ടി ദൈവം ഒരുക്കിയതായ അനേക കരങ്ങൾ ഇവിടെയുണ്ട്. അവർക്കൊരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ മാത്രം ആഗ്രഹിക്കുകയാണ്. അനേക ഞാൻ വളർന്നത് തൃശ്ശൂർ പട്ടണത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ വളർന്നത്. ഇവിടെ ഈ കുഞ്ഞുങ്ങൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ചിന്തകൾ പല വഴിയിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, ദൈവമേ, നിന്റെ സ്നേഹം എത്രമാത്രം ഉന്നതമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ഒരു ഭാഗത്തേക്കാണ് നീ കൊണ്ടുവന്നത്. ഇവിടെ ഇത് അനുമോദനം, അവാർഡ്ദാനം എന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് നേരത്തെ വാങ്ങി. ഇന്ന് ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് എൻ്റെ കർത്താവിനെ ലഭിച്ച് നന്ദി പറയുന്ന ഒരു സമയമാണ്, ഒരു താങ്ക്സ് ഗിവിംഗ് സർവീസാണിത്. അതുകൊണ്ട് എത്രമാത്രം അവൻ നന്ദി പറഞ്ഞാലും മതി വരാത്തതായ അനുഭവം. ആരും എനിക്ക് സഹായമില്ലായിരുന്നു. ഞാൻ വളർന്നു വരുമ്പോൾ ഒരു തരത്തിലും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണം ആരുമില്ലാതെ എൻ്റെ മനസ്സിലെ സംഗീത ചിന്തകളെല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നതായ അനുഭവങ്ങളായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു എടുത്തുചാട്ടത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഒരു പാട്ട് കേൾക്കുവാൻ തക്കവണ്ണം ഞാൻ പല വഴിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. സിനിമാ തിയേറ്ററിന്റെ പിന്നിൽ പോയി നിൽക്കും അവരുടെ അടുത്ത പാട്ടുകൾ കേൾക്കുവാനായിട്ട്. എൻ്റെ അടുത്തൊരു സുഹൃത്ത്, ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിന്റെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ട്. ആ റേഡിയോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് തരാൻ സാധിക്കുന്നത് ഏകദേശം 10 മണി 10:30 കഴിഞ്ഞ ശേഷമാണ്. ആ 10:30 മണി കഴിഞ്ഞ ശേഷം ഞാൻ ആ റേഡിയോയുമായിട്ട് കുന്നത്ത് സ്കൂൾ, പയ്യാമക്കുള്ള കുന്നത്തെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് കിടക്കും. അരന്ന് കിടന്നിട്ട് ഈ പാട്ട് റേഡിയോ ഓൺ ചെയ്യും. എങ്ങനെയാണ് പാട്ടുകൾ വരുന്നത് ഉള്ളതായ ആഗ്രഹത്തിൽ, അത് പഠിക്കുവാനുള്ളതായ താല്പര്യത്തിൽ. എന്നാൽ ഞാൻ ഇന്നിവിടെ ഈ ഗാനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ദൈവമേ, നീ എത്ര ഉന്നതൻ! ഞാൻ ചിന്തിച്ചതിലും ഞാൻ ആഗ്രഹിച്ചതിലും ഏറ്റവും ഉപരിയായിട്ട് അതിനപ്പുറമായ ഒരു ഏരിയയിലേക്ക് നീ കൊണ്ടുവന്നല്ലോ. ഈ പ്രോഗ്രാമിന്റെ പേര് ആശ്രയം. ഒന്നുമില്ലാത്ത അനുഭവത്തിന്മേൽ എന്റെ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം പൂർണ്ണമായി അവരിൽ ഞാൻ ആശ്രയം വീഴ്പാൻ തക്കമാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്ര സന്തോഷകരമായ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സാധ്യമായത്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഭാവിയിലേക്ക് ഇങ്ങനെ എടുത്തുചാടുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, യുവാക്കൾക്ക് ഈ പ്രോഗ്രാം ഒരു ചിന്തയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മെ കൊണ്ടൊന്നും സാധ്യമല്ല. പക്ഷെ അത് വെക്കേണ്ട സ്ഥലത്ത് ആഗ്രഹങ്ങൾ വെച്ച് അവനോട് പറഞ്ഞാൽ പൂർണ്ണമായും നിനക്കത് നിറവേറ്റി തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. എന്റെ ജീവിതത്തിന്റെ വലിയ ഉറപ്പിന്മേൽ ഞാൻ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തമായ എനിക്ക് സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നതായ കർത്താവ് അവൻ എനിക്കത് സാധിച്ചത് കാരണം എന്താ, ഞാൻ പൂർണ്ണമായി അവനിൽ ആശ്രയം വെച്ചു. പലതരത്തിലും എന്നെ തെറ്റിക്കാൻ തക്കവണ്ണം ശത്രു ശ്രമിച്ചു. പലരും പല വഴിയിലൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കാതെ എന്നെ തെറ്റിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിലും ദൈവകൃപയിൽ അനേകരുടെ പ്രാർത്ഥന മൂലം അനേകരുടെ പ്രാർത്ഥനയുടെ കരം വലയം എനിക്കുണ്ടായിരുന്നു.
മാതാപിതാക്കൾ പാവപ്പെട്ട സുവിശേഷകരായിരുന്നു. അവരവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നതായ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതായ കാഴ്ച കണ്ടാണ് ഞാൻ വളർന്നത്. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ സ്കൂളിൽ പോയി വന്ന് ഞങ്ങൾ 2 മക്കളാണ്. എന്റെ താഴെ ഒരു പെൺകുട്ടി അവിടെ വന്നിട്ടുണ്ട്. പ്രിയ സ്കൂളിൽ പോയി വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കഴിക്കാനായിട്ടൊന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ലഭിക്കുന്നതായ മറുപടി ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ഭാഗം പാടുകയായിരിക്കും. ശോധന പരീക്ഷ പാടും. പിഴയും വരുമ്പോൾ ധൈര്യഹീനം വേണ്ട, പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നുള്ള പാട്ടൊക്കെ എടുത്ത് പാടിക്കൊണ്ടിരിക്കും. നിരാശയാണ് അപ്പോൾ ഉണ്ടാകുന്നത്. എന്ത് ആവശ്യപ്പെടുമ്പോഴും വെറും പാട്ടുകൾ കൊണ്ട് മറുപടി നൽകുന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വ്യക്തമായി പറയാനായിട്ട് സാധിക്കും, അന്നത്തെ പാട്ടിന്റെ ആ സ്വീറ്റ്നെസ് മാനുഷികമായിട്ട് എന്റെ മാതാപിതാക്കൾക്ക് അവർക്ക് മറുപടി പറയാൻ തക്കവണ്ണം വാക്കുകളില്ല ആ സമയത്ത്. പക്ഷേ അവർക്ക് അറിയാവുന്നതായ ആ ദൈവകൃപയിൽ നിറഞ്ഞ് ഞങ്ങൾക്ക് തന്നതായ സ്തോത്രം, ഈ ആത്മീയ ഈരടികൾ ഇന്നത് കേൾക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുകയാണ്. അത് വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു വെക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമായി. ഇപ്രകാരം എന്നെ ഉയർത്തിക്കൊണ്ട് ഞാൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാൻ പല വഴിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ചിന്തിക്കുന്നതിലുപരിയായിട്ടുള്ളതായ സുഹൃബന്ധത്തെ എനിക്ക് നൽകി. എന്നെ ഓരോ ട്രെയിനിങ് പീരീഡിലാക്കുകയായിരുന്നു. അതുകൊണ്ട് അനേകർക്ക് അത്ഭുതമുണ്ടാകുന്ന രീതിയിലുള്ളതായ രാഗങ്ങൾ ഞാൻ പാട്ടുകൾ ഇവിടെ ഓരോ പാട്ടുകൾ പാടുമ്പോൾ അതിന്റെ ഞാൻ ഓരോ കഥകളുണ്ട്. പല പാട്ടുകൾ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഇന്നും അത് അനേക ദൈവമക്കൾ കേൾക്കാൻ തക്കണം ആഗ്രഹിക്കുന്ന ഒരു ഭാഗം എന്താണെന്ന് അറിയാമോ? ഒരു പാട്ട് എനിക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 2-3 ദിവസം ആ പാട്ടിന് വേണ്ടി ചെലവഴിക്കും. ബാംഗ്ലൂരിൽ സ്റ്റുഡിയോയിൽ കയറി ഞാൻ വാതിലടച്ച് ആരെയും ആരോഗ്യത്തെ കേട്ടാതെ ആ പാട്ടുമായി ഞാൻ ദൈവസ്ഥലത്തിൽ മല്ലടിക്കും. പലപ്പോഴും രാത്രി സമയത്ത് തന്നെ കാണാത്തോണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭക്ഷണമായിട്ട് രാത്രി വന്ന് കഥവ് മുട്ടും. വേറെ ആരും ഞാൻ അങ്ങോട്ട് പ്രവേശിപ്പിക്കത്തില്ല. 3-4 മണിക്കൂറുകൾ ദിവസങ്ങൾ ആ പാട്ടിന് വേണ്ടി പ്രാർത്ഥിച്ച് ആമേൻ. ആ ദിവസം കഴിയുമ്പോൾ വരുന്നൊരു പുതിയ ട്യൂണായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ ഗാനങ്ങളെല്ലാം തയ്യാറാക്കാൻ സാധ്യമായത്. ഇന്ത്യൻ ശാസ്ത്രീയത്തിലെ കർണാടക സംഗീതത്തിന്റെയും ഹിന്ദുസ്ഥാനിയുടെയും ഗസൽ രൂപത്തിലൊക്കെ എല്ലാ ഗാനങ്ങളെല്ലാം തയ്യാറാക്കി പലർക്കും അത്ഭുതമുണ്ടാകുന്ന രീതിയിൽ ദൈവം എന്നെ അതിൽ ബലപ്പെടുത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുമില്ലാത്ത സമയത്ത് പഴഞ്ഞിയില് എന്റെ കലാവാസന വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. തെക്കേക്കര അപ്പുഞ്ചേട്ടൻ എന്ന് പറയുന്നതായ TSTയുടെ ഓണർ. അദ്ദേഹമാണ് എന്നെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ആദ്യമായിട്ട് തന്റെ മകൻ ജോസ്മാൻ, അവർ രണ്ടുപേരും ഇന്ന് ലോകത്തിലില്ല. പക്ഷെ അവരുടെ സ്നേഹം അവരെന്നെ മാക്സിമം എനിക്ക് സ്വാതന്ത്ര്യം നിന്ന് എന്ത് കാര്യങ്ങളും സംഗീതത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു. അത് മുഖാന്തരം ഞാൻ മെല്ലെ ഒരു ഏരിയയിൽ കിടന്നു. അവരോട് ബന്ധപ്പെട്ടതായ പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് കൊച്ചുണ്ണിയേട്ടൻ, അതുപോലെ കറിയച്ചേട്ടൻ, അങ്ങനെ അനേകരുണ്ട്. അവിടെയുള്ളതായ പല പാസ്റ്റേഴ്സ് ആമേ ഞങ്ങൾക്ക് അനുകൂലമാണ്. KV ജോസഫ് പാസാണ് ഈ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു മാതൃക ദൈവദാസരായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുള്ള പാസ്റ്റർ PV ചുമ്മാർ, ഇവരെല്ലാം ഞങ്ങളെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് എന്നെ ഈ രംഗത്തേക്ക് തള്ളിവിട്ടു. ക്രിസ്ത്യൻ രൂപീകൃതമായി അനേക സ്ഥലങ്ങൾ പോകേണ്ടൊക്കെ വന്നു. ഞാൻ പണമൊന്നും ഒരു പൈസ ഇല്ലാത്ത സമയത്ത് ഈ പ്രിയപ്പെട്ടവർ പണമെല്ലാം മുടക്കി. അങ്ങനെയാണ് ഈ വലിയ കലാകാരന്മാരായ ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ, പോൾസൺ ചാലിശ്ശേരി, അനേക ആർട്ടിസ്റ്റുകളോട് ബന്ധപ്പെട്ട് അവരുമായി കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കാനായിട്ട് വന്നു. എനിക്ക് സംഗീതത്തിന്റെ പല കാര്യങ്ങൾ മനസ്സിലാക്കി. ആ സമയത്താണ് ഓൾ ഇന്ത്യ റേഡിയോയിലെ സെലക്ഷൻ വരുന്നത്. എന്നോട് പഴഞ്ഞിയുള്ളതായ ഒരു ശ്രീധരൻ എന്ന് പറഞ്ഞതായ ഒരു സാഹചര്യം പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്ത് ഓഡീഷന് പോകാനായിട്ട്. ഞാനൊന്ന് പോയി, എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ റേഡിയോ പ്രോഗ്രാം തുടങ്ങി. ഉദയഗീതം എന്ന പ്രോഗ്രാം 1 മാസത്തിലൊരിക്കൽ. അത് കേൾവിക്കാർക്ക് വളരെ സന്തോഷപ്പെട്ടപ്പോൾ അനേക ലെറ്റർ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു എല്ലാം ആഴ്ചയിലെ ഒരു പ്രാവശ്യമാണ്. അങ്ങനെ ആ ആഴ്ചയിലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് 1/2 മണിക്കൂർ സമയം. അതെല്ലാം എന്നെ ദൈവം രൂപപ്പെടുത്തുന്നതായത്. കാരണം ഞാൻ കൂടുതൽ ക്രിസ്തീയ ഗാനങ്ങളുമായി ബന്ധപ്പെട്ടു. ആ സമയത്ത് ആണ് എന്നെ ഈ പിന്നെ ഏരിയയിൽ നിന്ന് എന്നെ മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്.
ഞാൻ തെക്കേക്കര ആ കുടുംബം എനിക്ക് നൽകിയതായ വലിയ സ്നേഹത്തിനായ സ്തോത്രം. ഇന്ന് ആരുമില്ലെങ്കിലും ആ കുടുംബത്തിലെ ഇളയ തലമുറ ഇവിടെ വന്നിട്ടുണ്ട്. പാസ്റ്റർ സാഹിബ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബം എന്നെ ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശേഷം പിന്നെ ഒരു നീക്കമായിരുന്നു. അവരുമായി ഞാൻ ഒരു കുടുംബത്തിലങ്ങുന്ന പോലെ എൻ്റെ വാട്സപ്പിലെ സ്നേഹിത വർക്ക് ചെയ്യാൻ, അതുപോലെ ജെയിംസ് ആ ഭാവം പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ. ജെയിംസിന്റെ അമ്മച്ചിയെ പറ്റി ഒരു വാക്ക് പറയാൻ ഇപ്പം എനിക്ക് സാധ്യമല്ല. എപ്പോഴും ഞാൻ ഇവിടെ തൃശ്ശൂരിലെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് ഒരു മാതാവായിട്ട്, സ്വന്തം മാതാവായിട്ട് ഈ എറണാകുളത്ത് തൃശ്ശൂരിൽ ആ അമ്മച്ചി എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് നേരെ അകത്ത് കൊണ്ടുപോയി അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിൽ അവൻ എന്നെ ഇരുത്തിയ ശേഷം എൻ്റെ അടുത്ത് വന്നിരുന്നത്. ഞാൻ വിശന്നിട്ടായിരിക്കും ചെല്ലുന്നത്, വീട്ടിൽ നിന്നും കഴിക്കാതെ എനിക്ക് വരെ ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴില്ല എൻ്റെ അടുത്ത് വന്നിരുന്നത് എങ്ങനെയാണ് ജെയിംസിന് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ തന്നെ എനിക്കും ഭക്ഷണം തന്ന് എന്നെ പോറ്റുന്നതായ എന്നെ സന്തോഷിപ്പിക്കുന്നതായ ആ മാതാവിന്റെ ചിത്രം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അതെല്ലാം ദൈവരിക്കുന്നതായ വലിയ മുതൽക്കൂട്ടുകളാണ്, അവാർഡുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുമില്ലാത്ത എനിക്ക് ഒരു വലിയ സുഹൃബന്ധത്തെ ഈ തൃശ്ശൂർ പട്ടണത്തിൽ വന്നു. ചർച്ച് ഓഫ് ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സുവിശേഷ വേലയുടെ പല ഏരിയ മനസ്സിലാക്കി. അനേക സ്ഥലങ്ങൾ എപ്പോഴും മീറ്റിംഗാണ്. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. എന്നെ ഈ ഏരിയ തൃശ്ശൂരിൽ നിന്ന് വലിച്ചുകൊണ്ട് വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിത്വമാണ് എൻ്റെ വളരെ സ്നേഹിതനായിരിക്കുന്നതായ GM മാത്യു അവர்கள். വലിയ ചുമതലയിരുന്ന വ്യക്തിയാണ്. എന്നെ കോട്ടയത്ത് നിന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നെ കോട്ടയത്തിൻ്റെ പ്രോഗ്രാമിനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ കോട്ടയത്തിലുള്ള ആ ഏരിയയിലുള്ളവരെ മക്കളെ പരിചയപ്പെടുത്തി. പിന്നെ എൻ്റെ പ്രവർത്തനമെല്ലാം കോട്ടയം ഏരിയയിലായി. ആ സമയത്താണ് ആ പ്രോഗ്രാമിൽ കൂടിയാണ് പാസ്റ്റർ KC ജോണും പാസ്റ്റർ ME ചാക്കോ എന്നിവർ എന്നെ പരിചയപ്പെട്ടത്. ഞാനൊന്നും ഈ അനുഭവത്തിലൊന്നും അല്ലായിരുന്നത്. പക്ഷേ ആ പ്രിയപ്പെട്ടവരെന്നെ കൊണ്ടുപോയി അവരുടെ ഭവനത്തിൽ താമസിപ്പിച്ച് 3 മാസം വീതം അവരുടെ ഭവനങ്ങളിൽ താമസിപ്പിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോയി. എൻ്റെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പല തിക്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും അതെല്ലാം സഹിച്ച് മുൻപോട്ട് കൊണ്ടാക്കണം എനിക്ക് സാധിച്ചു. ആ പ്രിയപ്പെട്ടവരിൽ വേറെ ചിലരിൽ നിന്നും ഇങ്ങനെ ദൈവം എന്നെ പല ഇതിൽ കൊണ്ടുപോയി. ആ സമയത്താണ് 1975 ജനുവരി മാസം 1-ാം തീയതി കോട്ടയം നടക്കുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ കൂടി ക്യാമ്പസ് ക്രൂസേഡ് എന്നെ പരിചയപ്പെട്ടു. ക്യാമ്പസ് ക്രൂസേഡിന്റെ പ്രവർത്തനം